Guys. Hello guys, welcome to the another episode of Gujarat Days. അതിന്റെ മുമ്പിൽ കാണുന്ന കണ്ടോ ദണ്ഡിപത്ത്? എനിക്ക് നോക്കിയതാണല്ലോ എനിക്കിട്ടത്. ആ ദണ്ഡിപത്ത് കണ്ടോ? ആ വൈപ്പർ ഒന്നിടോ. ആ ഇപ്പൊ കാണുന്നു. ആ ദണ്ഡിപത്ത് എന്ന് പറഞ്ഞാല് ദണ്ഡിയാത്ര നടത്തിയ സ്ഥലമല്ല, ഈ റോഡിന്റെ പേരാണ്. അത് എന്തുകൊണ്ടാണ് ദണ്ഡിപാത്ത് എന്ന് എനിക്കും അറിയില്ല. ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതാം കേട്ടോ. നീ പറഞ്ഞ കേൾക്കില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. നമ്മളിപ്പോ പോകാൻ പോകുന്നത് മണിലക്ഷ്മി ജെയിൻ തീർത്ഥത്തിലോട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ജെയിൻ ടെമ്പിൾ ആണ്. നിങ്ങൾ നോർത്തിലോട്ട് വരുമ്പോഴാണ് കുറച്ച് ജെയിൻ ടെമ്പിളുകളുടെ ഒരു പ്രാധാന്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുക. അതിൽ ആർക്കിടെക്ചറൽ ഏരിയ നോക്കുവാണെങ്കിൽ ഭയങ്കര എന്താ പറയാ, അതിന് വാക്കുകളില്ല. കാരണം നിങ്ങൾ കാണാൻ പോവാണല്ലോ, പിന്നെ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. അവിടെ പോയിട്ട് ഞാനൊരു 5-8 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ പോയി ഉള്ളിൽ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ശാന്തി ഉണ്ടല്ലോ, അതിനു വേണ്ടി മാത്രമാണ് ഇത്രയും ദൂരമാണ് ഞങ്ങൾ അവിടെ വരെ പോവാറ്. അതവിടെ കിട്ടുന്ന ഫുഡ് കൊണ്ടല്ല കേട്ടോ. ഗൈസ് അവിടെ പോയി ഫുഡ് കഴിക്കാൻ പോയ സംഭവം അതാണ്. അയ്യോ അപ്പോ ജെയിൻ ടെമ്പിളില് അവിടെ നമുക്ക് പ്രസാദം കിട്ടും. പ്രസാദം എന്ന് പറഞ്ഞാല് അൺലിമിറ്റഡ് ബുഫേ സെറ്റപ്പ് ആണ്. 100 രൂപയാണ്. പണ്ട് അത്രയില്ലായിരുന്നു. പണ്ട് 60 രൂപയൊക്കെ ആയിരുന്നു ഇതിന്റെ. പിന്നെ ഇപ്പൊ റേറ്റ് കൂട്ടിയതാണ്. ഇല്ല 200 ആ 100-150 ഉണ്ട് അല്ലേ? അങ്ങനെ ആക്കി കൂട്ടി. പക്ഷെ അതിൽ നമുക്ക് അങ്ങനെ തോന്നൂല. അത് നേരെ പോട്ടെ. ആണോ? ആ അതാ അങ്ങനെ പറയുന്നത്. എന്റെ കയ്യിൽ മാപ്പ് ഉണ്ട്. നമ്മളിപ്പോ പോകാൻ പോണ ജെയിൻ ടെമ്പിൾ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവിടെ അവരുടെ പ്രസാദം എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇവിടെ സ്വാമിനാരായണ ജെയിൻ ആളുകൾ എല്ലാ വെജിറ്റബിൾസും കഴിക്കില്ല. അവര് ഭൂമിയുടെ അടിയിൽ ഉണ്ടാവുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളി, അതൊന്നും അവര് കഴിക്കില്ല. പിന്നെ ഓയിലിന് ഓൾസോ എന്തൊക്കെയോ കുറച്ച് ഇതെന്ന് തോന്നുന്നു. ജെയിനല്ലേ? ആ ജെയിൻ അങ്ങനെ. സ്വാമിനാരായണൻ എന്ന് പറഞ്ഞാല് അങ്ങനെ വെളുത്തുള്ളി കഴിക്കില്ല, ഉള്ളി കഴിക്കില്ല, വെളുത്തുള്ളി കഴിക്കില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ജെയിനാണ് കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ട്. അപ്പൊ കൂടാതെ വേറൊരു എന്താന്ന് വെച്ചാല്, ഞാൻ ബയോളജി സ്റ്റുഡന്റ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നത് നമ്മളെ എന്താ പറയാ ഭക്ഷണക്രമം, നമ്മളെ എങ്ങനെ കഴിക്കണം, എപ്പോ കഴിക്കണം, അവര് ജെയിൻ ആൾക്കാർ ഭയങ്കര നന്നായിട്ടാണ് ഫോളോ ചെയ്യുക. കാരണം ഇവരെ കഴിക്കുന്ന രീതി ഭയങ്കര അടിപൊളിയാണ്. അത് രാത്രി സൺസെറ്റിന് ശേഷം നമ്മൾ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണല്ലോ പറയുക. സൺസെറ്റ് കഴിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ എല്ലാ ദഹനക്രിയകളും എല്ലാ കാര്യങ്ങളും എൻസൈമാറ്റിക് ആക്ഷൻസ് മൊത്തം കുറയ്ക്കും, അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് കുറയും. അപ്പോൾ രാത്രി ഭക്ഷണം വളരെ കുറയ്ക്കുക. അത് സൺസെറ്റിന് മുമ്പേ. ആ ഒരു ഇതാണ് അവർ ഫോളോ ചെയ്യുന്നത്. വളരെ നല്ല രീതിയാണ്. അതും അവര് നമ്മൾ മാത്രമാണ് അൺലിമിറ്റഡ് വെച്ചിട്ട് മുഖം എന്ന് പറഞ്ഞ് കഴിക്കുന്നത്. അവരൊക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് കഴിക്കുക. പിന്നെ പ്ലേറ്റിൽ കൈ കഴുകി ആ പ്ലേറ്റ് വെള്ളം കുടിക്കും. കൈ കഴുകിയിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ അവിടുത്തെ ഒരാളിരുന്ന് കൈ കഴുകുക. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ അപ്പുറത്തെ ടാപ്പ് ഉണ്ടായിട്ട് എന്തിനാ ഇവിടെ കൈ കഴുകുന്നത്, എന്ത് ടീംസാളാ ഇവിടെ കുടിക്കുക. അത് ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ അയാൾ ഇങ്ങനെ പറയുക, ഞങ്ങള് ഒരു കുറച്ച് പോലുള്ള ഒരു ഡ്രോപ്പ് പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല, ഒരു അരിമണി പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല. ആ രീതിയിലാണ് അവർ പറയുന്നത്. അവര് ക്ലോത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ആ ക്ലോത്ത് കൊണ്ട് പ്ലേറ്റ് മൊത്തം തുടച്ചു, ഗ്ലാസും തുടച്ചു, അത് രണ്ടും കൊണ്ട് വെച്ചു കഴുകാനുള്ള അവിടെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ല മഴയാ പോകുന്ന വഴി. ഇതിപ്പോ ഏതാ റൂട്ട്? Yeah.
Bye.